ഇതിനിടയ്ക്ക് ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയ ശേഷം 78 ഞാൻ ജേർണലിസം പഠിച്ചു. ഞാൻ പ്രസ് ക്ലബിൻ്റെ ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിപ്ലോമ ഒരു 7 വർഷത്തെ കോഴ്സ്. അപ്പോൾ അതേ തുടർന്നാണ് ഞാൻ ഇത് ഒരു ജേർണൽ എങ്ങനെ നടത്തിക്കൊണ്ട് പോകണം എന്നുള്ളതൊക്കെ എനിക്കറിയാൻ കഴിഞ്ഞതും. അങ്ങനെ അതും സംഘടനയ്ക്ക് വേണ്ടി തന്നെ ഉപയോഗിച്ചു. ഇപ്പോൾ പ്രസ്ഥാനം വളരെ വീക്കാണ് പൊതുവെ. ഒരുപാട് പലരും പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞുള്ള പ്രവർത്തനങ്ങളാണ്. തിരുവനന്തപുരത്തൊക്കെ വളരെ മോശമാണ് സ്ഥിതി. അപ്പോൾ ഈ മെക്കനൈസ് സെക്ടറിൽ എല്ലായിടത്തും ഈ നമ്മുടെ ബീഹാറികളും ബംഗാളികളും ഒക്കെ ജാർഖണ്ഡുകാരും ഒക്കെ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. മരിയനാടെന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു റെഗുലേറ്റഡ് ഫിഷിംഗ് ആണ്. അവിടെ വരുമാനം നല്ലപോലെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പുതുതലമുറയിലുള്ളവർക്ക് വിദ്യാഭ്യാസം നേടിയ കുട്ടികൾ പോലും തൊഴിലിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ എന്തായാലും പലരുടെ ആഗ്രഹം അതിനേക്കാൾ മെച്ചപ്പെട്ട വരുമാനം കിട്ടുന്ന തൊഴിലുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് പോകാൻ തന്നെയാണ്. ടി പീറ്റർ ഞാൻ പറഞ്ഞില്ലേ, ടി പീറ്റർ ഞാനൊരു കുറച്ചു കാലം ഈ മരിയനാടുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു NGOയുടെ ഭാഗമായിരുന്നു. അപ്പോൾ ഞാൻ മുൻകൈ എടുത്തിട്ടാണ് ഒരു സംസ്ഥാന തലത്തിൽ തീരദേശ മേഖലയിലെ യുവജനങ്ങൾക്ക് ഈ മാസ് മൊബിലൈസേഷൻ ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനം 1 മാസം നീണ്ടു നിൽക്കുന്ന ഇൻറ്റൻസീവ് കോഴ്സൊക്കെ നടത്തി. ഞാനും ജെയിംസ് ക്ലാസച്ചനും ഒക്കെ ചേർന്നിട്ടാണ് നടത്തിയത്. PCOയിൽ. അപ്പോൾ അതിലാണ് ആദ്യമായിട്ട് പീറ്ററിന് ട്രെയിനിങ് പങ്കെടുക്കാൻ പീറ്റർ വരികയാണ്. അപ്പോൾ പീറ്റർ അന്ന് വരെ ഒന്നിലുമില്ല. അപ്പോൾ പീറ്റർ അതിനകത്ത് വന്നിട്ടാണ് പുള്ളി പഠിക്കുന്നത് ഇത്. അപ്പോൾ പുള്ളിക്ക് അപ്പോൾ നമുക്ക് മനസ്സിലായി പീറ്ററിന് വളരെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ പുള്ളി അന്ന് മുതലാണ് ആ ട്രെയിനിങ്ങിന് ശേഷം പുള്ളി യൂണിയൻ ലീഡർഷിപ്പിൽ വരികയാണ്. അങ്ങനെ പലരും വന്നു കേട്ടോ. അതിൽ ഒരാളാണ് പീറ്റർ. അപ്പോൾ അങ്ങനെയാണ് പീറ്ററുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത്. പീറ്റർ വളരെ ഇതായിരുന്നു. പക്ഷേ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി എന്താ പറയുക, പുള്ളി മറ്റ് പൊളിറ്റിക്കലായിട്ട് അവരുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി പലപ്പോഴും അവരോട് മന്ത്രിമാരെയും അവരെയൊക്കെ കണ്ട് കാര്യങ്ങൾ സാധിക്കുക എന്നുള്ളത് അതിലേക്ക് മാറി. അപ്പോൾ ഞാൻ പുള്ളിയോട് ഒരിക്കൽ ചോദിച്ചു, ഇയാൾ ഈ യൂണിയൻ്റെ എന്നിട്ട് ഈ വിഴിഞ്ഞത്തിനെ എതിർക്കാൻ എന്താ ഓപ്പണായിട്ട് എതിർക്കാത്തത് എന്താ? അത് മന്ത്രിക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. മന്ത്രിയെ കൊണ്ട് വല്ലതൊക്കെ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ കൂടെയൊക്കെ എന്നോട് ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞു, എന്തിനാണ് ഇതിനെ. അപ്പോൾ എന്നിട്ട് എന്നോട് പറയും, സാറ് ഇത് തുടർന്നോ, ഞാൻ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാം, പക്ഷേ എനിക്കിതൊന്നും അങ്ങനെ വരാൻ കഴിയില്ല എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഒരു ലവ് ആൻഡ് ഹെയ്റ്റ് റിലേഷൻഷിപ്പായിരുന്നു അവസാന ഘട്ടത്തിൽ. പുള്ളി അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രയോജനങ്ങൾ മേഴ്സിക്കുട്ടിയമ്മ പുള്ളിക്കാരനെ പിടിച്ച് കൊച്ചിൻ ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിൽ സെനറ്റ് മെമ്പർ എന്തൊക്കെ ആക്കിയപ്പോൾ അതൊക്കെ കിട്ടിയപ്പോൾ പുള്ളിക്ക് അതാണ് വലുത്. അങ്ങനെ അപ്പോൾ അവരുടെ പ്രീതി പറ്റി അവരുടെ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ സാധിച്ച മത്സരാളികൾക്ക് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ആർക്കും ഇൻഡിവിജ്വലായിട്ടുള്ളൊക്കെ ഹെൽപ്പുകളൊക്കെ കൊടുക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് പുള്ളി മാറി. മാസ് സ്ട്രഗിൾ എന്നുള്ള ആ ഒരു ഇതിൽ. പക്ഷെ അവസാനം പുള്ളി എന്നോട് തന്നെ പറഞ്ഞു അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ ആദ്യകാലത്ത് ഇങ്ങനെ മാറിയിരുന്ന് വേറെ പല പ്രവർത്തനങ്ങളൊക്കെ കിടക്കുമ്പോൾ പുള്ളിക്ക് പേടിയായിരുന്നു. ഞാൻ ഇതിനകത്ത് യൂണിയൻ പുള്ളിക്ക് റൈവലാകുമോ, യൂണിയനെ പിളർത്തുമോ. ഞാനതിനൊന്നും ശ്രമിച്ചില്ല. ഞാൻ എൻ്റെ വേറെ വഴിക്ക് ഇവിടെ പ്രവർത്തിക്കുകയായിരുന്നു. അത് പുള്ളിക്ക് പിന്നീടാ മനസ്സിലായി. പുള്ളി എന്നോട് തന്നെ ഏറ്റു പറഞ്ഞു, എന്നെ പലരും തെറ്റിദ്ധരിപ്പിച്ചതാണ്. അതായത് ഇതൊക്കെ ഉള്ളതാണ്, എല്ലാ പ്രസ്ഥാനങ്ങളിലും ഉള്ളതാണ്. ഇത് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെ പിന്നെ മരിക്കുമ്പോൾ വരെ പുള്ളി ആ ഒരു അവസാനത്തെ മരിക്കുന്നതിന് മുമ്പുള്ള ഒരു 3-4 വർഷക്കാലം പിന്നെ പുള്ളി വളരെ നല്ല സുഹൃത്ത് ബന്ധത്തിലായിരുന്നു. എന്നോട് പലതും വന്ന് തുറന്ന് പറയുകയും പിന്നെ സഹായിക്കണം, വരണം, അവരുടെ മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്ത് ക്ലാസ് എടുക്കണം എന്നൊക്കെ. ഞാൻ പിന്നെ ക്ലാസ് എടുക്കാനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അവസാനം വലിയ പ്രശ്നം. അതിനു മുമ്പ് കുറച്ച് കാലം പുള്ളി വളരെ ശത്രുതയോടുകൂടിയാണ് പെരുമാറിയത്.
കൊച്ചരിച്ചനും അതെ, ചെരിച്ചനുമായിട്ട് അങ്ങനെയായിരുന്നു അവസാനവും. അത് വേറൊരു ഗ്രൂപ്പായിരുന്നു. അത് ഐക്കഫിലൊക്കെ ഉണ്ടായിരുന്ന കുറേ പ്രവർത്തകർ. പക്ഷെ ഞാനതിൽ സഹായിക്കുമായിരുന്നു ആദ്യം തുടക്കത്തിലൊക്കെ. ഞാൻ പിന്നെ അതിനകത്ത് എഴുതാനും എൻ്റെ കോൺട്രിബ്യൂഷൻസ് അവർ ഉപയോഗപ്പെടുത്തി. പക്ഷേ വേറെ ചിലരാണ് നടത്തിക്കൊണ്ടിരുന്നെങ്കിലും എഴുതുക. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയ ശേഷം 78 ഞാൻ ജേർണലിസം പഠിച്ചു. ഞാൻ പ്രസ് ക്ലബിൻ്റെ ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിപ്ലോമ ഒരു 7 വർഷത്തെ കോഴ്സ്. അപ്പോൾ അതേ തുടർന്നാണ് ഞാൻ ഇത് ഒരു ജേർണൽ എങ്ങനെ നടത്തിക്കൊണ്ട് പോകണം എന്നുള്ളതൊക്കെ എനിക്കറിയാൻ കഴിഞ്ഞതും. അങ്ങനെ അതും സംഘടനയ്ക്ക് വേണ്ടി തന്നെ ഉപയോഗിച്ചു. പിന്നെ പീറ്റർ എൻ്റെ പേരിലായിരുന്നു രജിസ്ട്രേഷൻ. പേരെന്ന് പറയുമ്പം സംഘടനയ്ക്ക് വേണ്ടി ഇന്ന ആളെന്നുള്ള നിലയിൽ എൻ്റെ പേരിലായിരുന്നു. അപ്പോൾ പോസ്റ്റൽ രജിസ്ട്രേഷനൊക്കെ. അപ്പോൾ അലകൾ പ്രവർത്തിച്ചുകൊണ്ട് പോകുമ്പം കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ മാറിയല്ലോ. അപ്പോൾ എന്നാലും എൻ്റെ പേര് വെച്ചാണ് ഇറക്കുന്നത്. പബ്ലിഷർ പ്രിൻ്റർ ഞാൻ തടസ്സപ്പെടുത്താനൊന്നും പോയില്ല, തുടരട്ടെ എന്ന് വെച്ചു. അപ്പോൾ പീറ്റർ ഏറ്റെടുത്തു. പീറ്റർ അത് തന്നെ എൻ്റെ പേര് വെച്ച് തന്നെ തുടർന്നുകൊണ്ടിരുന്നു. അവസാന ഘട്ടത്തിൽ നല്ല ടേംസിലൊക്കെ പുള്ളി ആയി കഴിച്ച് എന്നോടൊന്ന് പറഞ്ഞു, സാറേ പിന്നെ അലകൾ സാറിൻ്റെ പേരിലല്ലേ ഇരിക്കുന്നത്, ഈ അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും എൻ്റെ പേരിൽ പ്രശ്നം വരരുതല്ലോ. ഞാൻ പറഞ്ഞു യെസ് നിങ്ങൾ. അപ്പോൾ പുള്ളി തന്നെ ഒന്ന് പറഞ്ഞ് കളക്ടറേറ്റിലൊക്കെ പോയി ഓണർഷിപ്പ് ഞാൻ മാറ്റി, എൻ്റെ പേര് മാറ്റി, അല്ല ലീഗലായിട്ട് തന്നെ അലകൾക്ക്. അതൊക്കെ വളരെ അതിനു മുമ്പൊന്നും പുള്ളി അത് ചോദിക്കും, കാരണം ഇപ്പോൾ അങ്ങനെയുള്ള അല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി തന്നെ എന്നോട് ഞാൻ മാറി, ഞാനത് പീറ്ററിൻ്റെ പേരിലാക്കി കൊടുത്തു. പക്ഷെ പിന്നെ അലകൾ നിന്നുപോയി. പുള്ളിയുടെ മരണശേഷം പിന്നെ ഇറങ്ങിയിട്ടില്ല. ഇപ്പം പ്രസ്ഥാനം വളരെ വീക്കാണ് പൊതുവെ. ഒരുപാട് പലരും പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞുള്ള പ്രവർത്തനങ്ങളാണ്. തിരുവനന്തപുരത്തൊക്കെ വളരെ മോശമാണ് സ്ഥിതി. അവരൊക്കെ എന്നോട് ബന്ധപ്പെടാറുണ്ട് കേട്ടോ. ആരും എന്നോട് ശത്രുതയൊന്നുമില്ല ഇപ്പോഴും. ഇപ്പോൾ തിരുവനന്തപുരത്തെ 2 ഗ്രൂപ്പിലുള്ളവരും എന്നോടൊക്കെ ബന്ധപ്പെടാറുണ്ട്. പൊതുവെ നോക്കിയാൽ മറ്റു മേഖലയിലേക്ക് പോകുന്നവരാണ് കൂടുതൽ പൊതുവെ. പിന്നെ ചില എക്സംഷൻസ് കാണും. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലൊക്കെ പ്രധാനപ്പെട്ട പല ഫിഷിംഗ് സെൻ്ററുകളിലും, ഇപ്പം മരിയനാട് ഞാൻ പറഞ്ഞ പോലെ, വിഴിഞ്ഞം, അവിടെയൊക്കെ പിന്നെ പുതുതലമുറയിൽപ്പെട്ട ആൾക്കാർ മീൻപിടുത്തത്തിന് പോകുന്നവരുണ്ട്. വളരെ ഇപ്പം മരിയനാടെന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു റെഗുലേറ്റഡ് ഫിഷിങ്ങാണ്. അവിടെ വരുമാനം നല്ലപോലെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പുതുതലമുറയിലുള്ളവർക്ക് വിദ്യാഭ്യാസം നേടിയ കുട്ടികൾ പോലും തൊഴിലിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ എന്തായാലും പലരുടെ ആഗ്രഹം അതിനേക്കാൾ മെച്ചപ്പെട്ട വരുമാനം കിട്ടുന്ന തൊഴിലുകളുണ്ടെങ്കിൽ അതിലേക്ക് പോകാൻ തന്നെയാണ്. പക്ഷേ പലയിടത്തും പരമ്പരാഗത ചെറുകിട മേഖലയിൽ പോലും ഇപ്പോൾ തൊഴിലാളികളെ കിട്ടാൻ ഇല്ലാത്ത വില്ലേജുകളുണ്ട്, ഗ്രാമങ്ങൾ ചിലയിടങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മെക്കനൈസ് സെക്ടറിൽ എല്ലായിടത്തും ഈ പിന്നെ നമ്മുടെ ബീഹാറികളും ബംഗാളികളും ഒക്കെ ജാർഖണ്ഡുകാരും ഒക്കെ വന്ന് ജോലി ചെയ്യുന്നുണ്ട്.